ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഓറഞ്ച് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് ഡോണട്ട്സിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് മുട്ടയോ ബട്ടറോ ഒന്നും ആവശ്യമില്ല, അതുപോലെ ഓവൻ്റെ ആവശ്യമില്ല കേട്ടോ. ഫ്രൈ ചെയ്യുന്നൊരു ഡോണട്ട്സാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ട്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് വയ്ക്കുന്നുണ്ട്. ഓറഞ്ച് നിങ്ങൾ വെള്ളം പഞ്ചസാരയൊന്നും ചേർക്കാതെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. തണുപ്പില്ലാത്ത ഓറഞ്ച് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിന് പകരം ഇതേ അളവിൽ ബട്ടറും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ പഴയ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും എടുക്കരുത് കേട്ടോ. ഇപ്പോൾ പുതിയതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ പതഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ പതയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോണട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ, പൊങ്ങി വരൂല. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 2 കപ്പ് മൈദ ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് കുഴച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത സമയത്ത് തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കുന്ന ആ ഒരു ഭാഗം റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി, ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദ തീരെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിത് ഇപ്പോൾ ഗോതമ്പിൽ ചെയ്യുമ്പോൾ മൈദയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും മൈദ കഴിക്കാത്തവർക്ക് ഗോതമ്പിലും ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഈസ്റ്റ് ചേർത്താലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത്. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ വലുതാണോ ചെറുതാണോ എന്നൊക്കെയുള്ളത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ ഇട്ടിട്ട് പരത്തിയിട്ട് ഒരു ബോട്ടിലിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഡോണട്ട്സിൻ്റെ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തി പലകയിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വലിയ അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറിയ അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന റെസിപ്പിയൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ശരിക്കുള്ള ഡോണട്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരുപാട് ചൂടായ ഓയിലല്ല ഫ്രൈ ചെയ്യുക കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കുക. അതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത് കേട്ടോ, ഓയിൽ തന്നെ ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോണട്ട്സിന് അതൊന്ന് മാച്ച് ആവില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയൊന്നും തീരെ കുടിക്കൂല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല ഇതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി തന്നെ ഈ ഒരു സെയിം സാധനം തന്നെ നിങ്ങൾക്ക് പിന്നെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഒരു 180 ഡിഗ്രിയിൽ ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡോണട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ഹോളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് അത് പൊങ്ങി വരുന്ന സമയത്ത് ആ ഹോള് അടഞ്ഞു പോകുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിയും, ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ.
അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടി കഴിക്കുന്നേക്കാളും ടേസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ കഴിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഓറഞ്ച് സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് സിറപ്പിൻ്റെ ഒരു റെസിപ്പി ഞാൻ ആ ഒരു ഓറഞ്ച് ബണ്ണ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് ജ്യൂസും പഞ്ചസാരയും കൂടെ നല്ലോണം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഡോണട്ട്സിന് കേട്ടോ. അതിൻ്റെ ആ ഒരു ടോപ്പിൽ നമ്മളിതുപോലെ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.